മസനഗുഡി വഴി ഊട്ടിയിലോട്ട് പോവാതെ അവിടെയുള്ള കൊച്ചു ഗ്രാമങ്ങളിലൂടെ ഒരു യാത്ര. കേരളത്തിലെ 2 കടുവ സങ്കേതങ്ങളിലെ കടുവകളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആകെ 70ഓളമാണ് ഉണ്ടാവുക. അങ്ങനെയിരിക്കെ ഈ മസനഗുഡിയുടെ തൊട്ടടുത്ത് കിടക്കുന്ന മുതുമലയിൽ മാത്രം 114ഓളം കടുവകളുണ്ട്. ഇനി കുറച്ചു മാറിയുള്ള ബന്ദിപ്പൂരാണെങ്കിൽ 150ഓളം കടുവകളും. ഈ എണ്ണം കൊണ്ട് മാത്രം ഈ കാടിന്റെയും ഇവിടെയുള്ള ഗ്രാമങ്ങളുടെയും വന്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയിൽ ഇറങ്ങുന്നതും മറ്റു വഴികളിലേക്ക് വാഹനങ്ങൾ ഇറക്കുന്നതും അനുവദനീയമല്ല. ഇലന്തിപ്പഴത്തിന്റെ കാലമാകുമ്പോൾ കരടി അവിടെയുള്ളവർക്ക് ഒരു സ്ഥിരം കാഴ്ചയാണ്. ആകാശത്തൊന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ കഴിഞ്ഞ യാത്രയിൽ ഈ മരക്കൊമ്പിലിരിക്കുന്ന ചുട്ടിക്കഴുകന്റെ ചിത്രം എടുക്കാൻ പറ്റി. കൊമ്പനാണെങ്കിലും ഈ കുണുങ്ങി പോണത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ചിരി വന്നു. നമ്മുടെ നാട്ടിൽ പശുക്കളും ആടുകളുമെല്ലാം മേയുന്ന പോലെയാണ് ഇവിടെ പുള്ളിമാനുകളെ കാണുക. ഇവർ വഴിയരികിൽ നിന്ന് പുല്ലുമേയുന്നതും റോഡ് മുറിച്ചു കിടക്കുന്നതുമെല്ലാം ഒരു സ്ഥിരക്കാഴ്ചയാണ്. മയിലുകളും ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ധാരാളം ഉണ്ട് ഇവിടെ. ഈ മസനഗുഡിയുടെ മലയോരങ്ങളിൽ മഴക്കാടുകളും ഇനി മറുവശത്താണെങ്കിൽ വരണ്ട ഇലപൊഴിയും കാടുകളുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വിവിധ തരത്തിലുള്ള പക്ഷികളെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു ആൽമരം പഴുത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറെ പക്ഷികളുടെ ചിത്രങ്ങൾ എടുക്കാൻ ഞങ്ങൾക്ക് അധികം യാത്ര ചെയ്യേണ്ടി വന്നില്ല. പൂന്തത്തകളും ചെമ്പുകുട്ടിക്കിളിയും കിന്നരി മൈനുകളുമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ചില കാടുകളിൽ മാത്രം കാണാൻ കഴിയുന്ന ഹനുമാൻ കുരങ്ങന്മാരും അവിടെ ധാരാളം ഉണ്ടായിരുന്നു. ഈ അസുരക്കിളിയുടെ ചിത്രവും എടുക്കാൻ പറ്റി. എന്തായാലും വേറിട്ടൊരു അനുഭവം തന്നെയാണ് മസനഗുഡി യാത്ര.